ഹേ ഗായ്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ മാമൻ്റെ വീട്ടിലത്തെ വിശേഷമാണ്. ഇവിടെ ഞാൻ വന്നിട്ട് നല്ല ലേറ്റ് ആയിട്ടാണ് എല്ലാവരും ഉറങ്ങിയിട്ടുള്ളത്. സംസാരിച്ചിട്ട് 3 മണി 3:15 ഉറങ്ങുമ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും 5 മണിയായി. പിന്നെ നേരത്തെ ചാടി അങ്ങോട്ട് എണീറ്റ് കണ്ണിലൊന്നും ശരിക്കും അങ്ങോട്ട് ഉറക്കമൊന്നും പോയിട്ടില്ല. വെള്ളം ഒഴിക്കുമ്പോഴും ഉറക്കം തന്നെ ഉറക്കം. ഞാൻ എണീച്ച് വരുമ്പോഴത്തേനും അമ്മായി ഇന്നലത്തെ ലഗോൺ ചിക്കൻ്റെ പീസുകൾ റൈസ് ഇല്ലാതെ എനിക്കിങ്ങനെ ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും അത് കഴിക്കുമ്പോൾ ഒരു അൽഫാം കഴിക്കുന്ന ഫീൽ ആയിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ബാക്കിയുള്ളവർ കഴിക്കണത് പത്തിരിയും പിന്നെ നല്ല തേങ്ങ അരച്ച കോഴിക്കറിയാണ് കേട്ടോ കഴിക്കുന്നത്. ഞാൻ ആ ചിക്കനും പിന്നെ കുറച്ച് സാലഡും കഴിച്ച് അങ്ങനെ കുറച്ച് നേരമൊക്കെ കിടന്നുറങ്ങിയപ്പോൾ ഇവാനും എണീറ്റ് വന്നായിരുന്നു. ഇവാനിന് ആ ഷോക്കേഴ്സിലുള്ള ബുർജ് ഖലീഫ കിട്ടാഞ്ഞിട്ട് നല്ല വാശിയായിരുന്നു കേട്ടോ. ഞാനത് എടുത്തു കൊടുത്തില്ല, താഴെ വീണ പൊട്ടും. പിന്നെ നമ്മൾ ബാക്ക് ഭാഗത്തേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ ഒരു മയിൽപ്പീലി കിടക്കുന്നു കേട്ടോ. അപ്പോഴാണ് എന്നോട് ഇവർ പറഞ്ഞത് ഇവിടെ ഡെയിലി മയിൽ കാണാറുണ്ടെന്ന്. ഞങ്ങളുടെ ഏരിയയിൽ പിന്നെ കാക്ക അല്ലേ ഉണ്ടാവുള്ളൂ, മയിൽ അങ്ങനെയൊക്കെ വല്ലപ്പോഴേ കാണുള്ളൂ. മയിലിനൊന്നും തീരെ കാണാൻ പറ്റില്ല. മീനൊക്കെ നന്നായിട്ടുണ്ടാവും, പക്ഷെ മയിൽ അങ്ങനത്തെ ഐറ്റംസ് ഒന്നുമില്ല. നോക്കുമ്പോൾ 2 മയിലാണ് കേട്ടോ ഉള്ളത്. കുറച്ച് ഡിസ്റ്റൻസിലാണ് ഞാൻ സൂം ചെയ്തെടുത്തതാണ് മനസ്സിലാൻ വേണ്ടിയിട്ട്. പക്ഷെ പീലുള്ള മയിലെന്നാൽ പീലില്ലാത്ത മയിലാണ് കേട്ടോ ഉള്ളത്. ഇവാനും മാമൻ്റെ വീട്ടിലേക്ക് വരാൻ മെയിൻ കാരണം ഇവിടുത്തെ മുനസ എന്ന് പറഞ്ഞ കുട്ടിയാണ് കേട്ടോ. അവൾ എക്സാമിന് പോയേക്കാണ്. അവൾ 2ാം ക്ലാസ്സിൽ അങ്ങോട്ടാണെന്ന് തോന്നുന്നു. എക്സാമിന് പോയേക്കാണ്. അപ്പോൾ അതിൻ്റെ ആകെ വിഷമത്തിലിരിക്കുകയാണ്. അങ്ങനെ ഞാൻ കുറച്ച് നേരം ഒന്ന് ഫോൺ കൊടുത്തു ഫ്രണ്ടിലിരുത്തുമ്പോൾ. എന്നിട്ട് ഞാനൊരു ബനാനും കയ്യിൽ കൊടുത്തു. ഫോൺ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്ത് കൊടുത്താലും കഴിക്കും. അങ്ങനെ ഈ ഒരു പ്ലാന്റ് കണ്ടത്, ഈ ഒരു പ്ലാന്റിക്ക് നല്ല ഇഷ്ടമായിട്ടോ. നല്ല രസമുണ്ട് കാണാൻ. പക്ഷെ അത് ശരിക്കും ഒറിജിനൽ അല്ലാന്ന് പിന്നെയാണ് മനസ്സിലായത്. അത് ആർട്ടിഫിഷ്യലാണെന്ന്. ഇവരെ ഫ്രണ്ടിലൊക്കെ ഇരുന്ന് ഞാൻ കുറേ നാൾക്ക് ശേഷമാണ് ന്യൂസ് പേപ്പറൊക്കെ കാണുന്നത്. ന്യൂസ് പേപ്പറൊക്കെ ഒന്ന് വായിക്കാമെന്ന് വിചാരിച്ചിട്ട് ന്യൂസ് പേപ്പർ വായിച്ചു. അതിനിടയ്ക്ക് ഞാൻ ഇവാനിന് ഫുഡും കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫുഡ് എന്ന് പറഞ്ഞാൽ ബനാന കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് കേട്ടോ ഇവാൻ എനിക്ക് കാണിച്ചത്. ഈ മരത്തിമ്മിൽ നിറയെ കിളികളുണ്ടെന്ന് തോന്നുന്നു. 3-4 കിളിക്കൂടുകൾ മാത്രമേ ഈ പ്ലാന്റുമ്മിൽ ഇപ്പോൾ കാണാൻ പറ്റും. നല്ല രസമുണ്ട് കേട്ടോ. ഞാൻ നോക്കാൻ പോയപ്പോൾ ഒരു കിളിക്കൂട് എൻ്റെ നിന്ന് കയ്യിൽ വീണു. ഒരുപാട് കാലമായിട്ടുള്ളതെന്ന് തോന്നുന്നു. അത്യാവശ്യം ദ്രവിച്ചിട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ കിളിക്കൂട്, കിളികൾ, അതിനൊക്കെ കാണാനും അവരെ കാര്യങ്ങളൊക്കെ നോക്കാനൊക്കെ. അങ്ങനെ ഇപ്പം സമയം ഒരു 10 മണി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവാനിനെ ഫുഡൊക്കെ കൊടുത്ത് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി മേലേക്ക് കയറണം. മേലെ ഞാൻ എഡിറ്റ് ചെയ്യാമെന്ന് വിചാരിക്കണത്. മാമൻ്റെ ചെറിയ മോള് മേലേക്ക് കയറണോണ്ടാന്ന് തോന്നുന്നു ഈ പലക വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ ക്ലോസ് ചെയ്തേക്കാണ്. അതങ്ങോട്ട് ആ ഉക്കങ്ങോട്ട് തുറന്നു കഴിഞ്ഞിട്ട് മേലെ കയറിയിട്ട് ഞാനത് അടച്ചിട്ട് മേലെ കയറാമെന്ന് വിചാരിച്ചു. മുനസ വന്നിട്ടില്ല. മുനസ വരാത്തതുകൊണ്ട് ഇവാൻ ഇരിക്കുമോയെന്ന് അറിയാത്തതുകൊണ്ട് ഞാൻ താഴെ TV വെച്ച് കൊടുത്തിട്ടാണ് ഞാൻ മേലേക്ക് പോയിട്ടുള്ളത്. TV വെച്ച് കൊടുത്താൽ പിന്നെ ഇരിക്കും. അങ്ങനെ ഞാൻ മേലെത്തി ഈ റൂമിലിരിക്കാന്നാണ് വിചാരിച്ചത്. പിന്നെ എനിക്ക് ഈ ഒരു സമാധാനം ഇരിക്കുമ്പോൾ ഇനി ഇവാനും എന്ത് ചെയ്യും ആലോചിച്ചിട്ട് ഇവിടെ എന്നാലും ഇവാനിനെ കാണാട്ടോ. അപ്പോൾ ഇവാനും TV കാണാണ് സോഫയിൽ ഇരുന്നിട്ട്. പിന്നെ ആലിയുടെ എക്സാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആലിയും വന്നിട്ടുണ്ട്. ഇതുവരെ സ്റ്റഡി റൂമാണ് കേട്ടോ. സ്റ്റഡി റൂമല്ല, സ്റ്റഡി ഏരിയ. പിന്നെ ഇവിടെ നിന്നാലും താഴേക്കും കാണാം. പിന്നെ ഇപ്പോൾ റൂമിൽ ഇരുന്നപ്പോൾ എനിക്കിനി കുറച്ച് വോയിസ് എടുക്കാമെന്ന് വിചാരിച്ചു. ലാസ്റ്റ് 10ലാണ് നമുക്ക് ഫാമിലീസിലൊക്കെ കംപ്ലീറ്റ് നോമ്പറപ്പിക്കലും കാര്യങ്ങളൊക്കെ വരിക അല്ലേ. ഞങ്ങൾക്ക് ഇന്നലെ ഉമ്മാടെ തറവാട്ടിലായിരുന്നു, ഇന്ന് മാമാടെ വീട്ടിൽ, നാളെ വേറെ മാമൻ്റെ വീട്ടിൽ. ഞങ്ങൾ ഇവിടുത്തെ കഴിഞ്ഞിട്ട് പോവാന്നാണ് വിചാരിക്കുന്നത്. കാരണം അനിയനക്ക് എക്സാമാണ്, അവൻ +2 ആണല്ലോ. എനിക്കിന് ബുധനാഴ്ച എക്സാം ഉണ്ട് കമ്പ്യൂട്ടർ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പോവാന്നാണ് വിചാരിക്കുന്നത്. പിന്നെ എല്ലാവരും അവിടെയാണ് കേട്ടോ നിൽക്കുന്ന തറവാട്ടിൽ. ഞാനും ഇവാനും ഇങ്ങോട്ട് പോകുന്നു. ഇവാനും നല്ല ലേറ്റായിട്ട് ഉറങ്ങുള്ളൂ. പിന്നെ അവിടെ കരഞ്ഞതാവും. ഇവിടെ ആകുമ്പോൾ പിന്നെ ആരുമില്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങോട്ട് പോകുന്നു. ഇനി ഇവിടെ ഉച്ചയ്ക്ക് എല്ലാവരും വരാനായിട്ട് മുൻപ് എനിക്ക് എഡിറ്റ് ചെയ്തിട്ടൊക്കെ ഒന്ന് സെറ്റാക്കണമെന്നുണ്ട്. അപ്പോൾ സമയം 10:29 അപ്പോഴത്തേനും എഡിറ്റ് ചെയ്തിട്ട് സെറ്റാക്കണമെന്നുണ്ട്. പിന്നെ അവരൊക്കെ വരുമ്പോഴത്തേനും ഫ്രീ ആയല്ലോ. പിന്നെന്താ പറയുക, ലാസ്റ്റ് നോമ്പുകളായില്ലേ. ഇനി ഏറി വന്ന ഒരു 1 വീക്കും കൂടി കഴിഞ്ഞാൽ പെരുന്നാളായി. എന്ത് പെട്ടെന്നാണല്ലേ പെരുന്നാളൊക്കെ ആയത്. പിന്നെ ആദ്യത്തെ ഈ ലാസ്റ്റ് നോമ്പാകുമ്പോൾ ഒരു ടയേർഡ്നെസ് ഒക്കെ ഫീൽ ചെയ്യും. വലിയ കുഴപ്പം എനിക്ക് തോന്നുന്നില്ല. വലിയ ഫീലിങ്സ് ആയിട്ടൊന്നും തോന്നുന്നില്ല. കാരണം ഭയങ്കര ദാഹം അങ്ങനെയൊക്കെ ഉണ്ടാവാറില്ലേ, അങ്ങനെയൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. പിന്നെ അതിനിടയ്ക്ക് വീണ്ടും ഇവാന് കയറി വന്നിട്ടോ. ഞാൻ പറഞ്ഞില്ല മുനസ ഇല്ലാത്തതുകൊണ്ട് അവൾ ഇരിക്കില്ല എന്നൊരു ½ അവർ ഇരുന്നിട്ടുണ്ടാവുള്ളൂ. അപ്പോഴത്തേനും അവൾ കയറി വന്നു. ഞാനാണെങ്കിൽ സ്റ്റെപ്പിൻ്റെ അവിടുത്തെ ആ പലക അങ്ങോട്ട് എടുത്ത് വെക്കാനും മറന്നു, കയറി വന്നു. പിന്നെ ഞാൻ കുറച്ച് നേരം അവളെ സോപ്പ് ഇട്ടവള് മെയിനായിട്ട് വന്നിട്ടുള്ളത് മുനസനെ കാണാത്തതുകൊണ്ടാണ്. മുനസ എവിടെയെന്ന് ചോദിച്ചിട്ട് പിന്നെ അവൾ എന്നെ താഴേക്ക് ഇറങ്ങിപ്പോയി. ഞാൻ വോയിസ് കൊടുക്കാമെന്ന് വിചാരിച്ച ഈ റൂമിൽ നിന്ന് ഞാൻ ചെറുതായിട്ടൊന്ന് മാറി. റൂം മാറി. ആ റൂമിലേ ഫാന് വർക്ക് ചെയ്യണില്ല എന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ കുളിച്ചു, എല്ലാവരും ഫ്രഷായി. ഇനി കുറേ നേരം എല്ലാവരും ഇങ്ങനെ കിടക്കും. വേറെ പ്രത്യേകിച്ച് പണികളൊന്നും ഇല്ലല്ലോ, ഇങ്ങനെ കിടക്കലാണ് പണി. ഇപ്പം സമയം 2 മണി 2:15 ആയിട്ടുണ്ട്. ഇനി കുറച്ച് വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനും റിച്ചും മിന്നും മുനസ്സൊക്കെ കൂടിയിട്ട് വീഡിയോ എടുക്കുകയാണ്.
മാമന്റെ വീട്ടിലാണ് നോമ്പറക്കല്. അപ്പൊ ഇന്നത്തെ നമ്പർ എന്റെ വീട്ടിൽ. ഇപ്പം സമയം 4:15 4:30 ഒക്കെ ആയിട്ടുണ്ട്. ഓരോരുത്തർ നിസ്കരിക്കാൻ പോവാണ്. അവിടെ എല്ലാവരും മടി പിടിച്ച് കിടക്കാണ് കേട്ടോ. ആ റൂമിലാണ് AC ഉള്ളത്. അപ്പം എല്ലാവരും AC ഇട്ട് സുഖമായിട്ട് അവിടെ കിടക്കുകയാണ്. ഇനി നേരെ കിച്ചണിലൊന്ന് പോയി നോക്കുക, വീഡിയോ എടുക്കണമല്ലോ. അപ്പോൾ കിച്ചണിൽ പോയി നോക്കുമ്പോൾ ബോയ്സൊക്കെയാണ് ഫുള്ള് വാട്ടർ മെലോണൊക്കെ കട്ട് ചെയ്യണത്. വേറെ ആരും കട്ട് ചെയ്യാനില്ല, ഞങ്ങളൊക്കെ റൂമിൽ കിടക്കുകയാണ് കേട്ടോ. ഇന്നലെ തറവാട്ടിൽ തണ്ണിമത്തം കൊണ്ട് പാലൊക്കെ ഒഴിച്ചിട്ടുള്ള എന്തോ സർബത്ത് അങ്ങോട്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇന്ന് ഇവിടെ ഇത് ജ്യൂസും പിന്നെ പിസ്ത വേറെ ഷെയ്ക്ക് പോലെ അടിക്കില്ല, അങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അവിടെയുള്ള സെയിം സാധനം തന്നെ ഇവിടെ ഉണ്ടാക്കേണ്ട, വെറൈറ്റി ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് അതാണ് കേട്ടോ ഉണ്ടാക്കണത്. ഞാനും ചെറിയ ഈ ഭാഗത്ത് ഞാൻ പൈനാപ്പിളിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുക്കും, അവളത് വാഷ് ചെയ്തിട്ട് അവളത് സ്ലൈസ് ചെയ്യും. ഇന്നലെ ഞങ്ങളും അത് തന്നെയാണ് കേട്ടോ ചെയ്തത്. വേറെ പ്രത്യേകിച്ച് പണികളൊന്നുമില്ല, ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ട് വരത്താണ്. അപ്പം ഞാനിവിടെ നിന്ന് പൈനാപ്പിൾ കട്ട് ചെയ്യണം. അതിനിടയ്ക്ക് അപ്പുറത്ത് ഷുഹൈബ് മറ്റേ വാട്ടർ മെലോണ് ജ്യൂസ് അടിക്കുന്നുണ്ട് എന്ന് പറഞ്ഞില്ലേ, അത് അടിക്കുന്നുണ്ട്. ഫുൾ തിരക്കിട്ട പണിയാണ് കേട്ടോ. ഇത് കഴിഞ്ഞാൽ വേറെ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു പരിപാടി ഇല്ല. പിന്നെ വീഡിയോ എടുക്കണം, വീഡിയോ എഡിറ്റ് ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ ഞങ്ങൾക്കിപ്പോൾ നിലവിലുള്ളൂ. ഇന്നലെ ഉമ്മൻ്റെ നിന്ന് വാങ്ങിച്ചു കേട്ടോ പൈനാപ്പിൾ കട്ട് ചെയ്യണ്ട, വീഡിയോ എടുത്ത് പോയിട്ടെന്ന് പറഞ്ഞിട്ട്. ഇന്നും ഉമ്മാൻ ഈ വഴിക്ക് കാണുന്നില്ല. അങ്ങനെ സമയം ഇപ്പോൾ 5:30 ആയിട്ടുണ്ടാവും. ആ നേരത്ത് നമ്മളെ സ്നാക്സും ബിരിയാണിയും, ബീഫ് ബിരിയാണി ഉണ്ട് കേട്ടോ ഇവിടെ, മറ്റേ ഉന്നക്കായ, സമൂസ, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ വന്നിട്ടുണ്ട്. ഇനി അതൊക്കെ സെറ്റ് ചെയ്യാണ്. ഇവിടെ ഒരു ഓപ്പൺ ഏരിയ ആണ് കേട്ടോ ഈ ഭാഗം, ഡൈനിങ്ങിൻ്റെ ഈ ഭാഗം. അപ്പോൾ അതൊക്കെ തുറന്നിട്ടിട്ട് അവിടേക്കാണ് ഐറ്റംസൊക്കെ കൊണ്ടുവരുന്നത്. അപ്പോഴേക്കും ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. വാട്ടർ മെലോണും പൈനാപ്പിളും ഒക്കെ ക്യൂബും പല ഷേപ്പിലൊക്കെയാണ് കട്ട് ചെയ്യണത്. ഇതാണ് ഞാൻ പറഞ്ഞ പിസ്ത, ഫ്രഷ് മിൽക്കാന്ന് തോന്നുന്നു. പിസ്തയുടെ എന്തോ ഒരു സംഭവമാണ്, എനിക്ക് അതിൻ്റെ പേരറിയില്ല. ഇവിടെ അമ്മായി ഉള്ളി ബജി നമ്മൾ തന്നെയാണ് ഉണ്ടാക്കണത്, ബാക്കിയുള്ളതാണ് കേട്ടോ കൊണ്ടുവരുന്നത്. പിന്നെ പിസ്തട ഐറ്റംസിലേക്കുള്ള ആപ്പിളൊക്കെ കട്ട് ചെയ്യാണ് ഇവിടെ വേറൊരു അമ്മായി ഇരുന്നിട്ട്. ഇനി വീണ്ടും ഞാൻ കിച്ചണിൽ, ഞാനല്ല കേട്ടോ വീഡിയോ എടുക്കണത്, ഇപ്പോഴാണ് മനസ്സിലായി. ഞാനവിടെ നിന്ന് സംസാരിക്കണം കണ്ടില്ലേ, വെറുതെ ഒന്ന് സംസാരിക്കുകയാണ്. അമ്മായി ബജി ഉണ്ടാക്കുമ്പോൾ ഞങ്ങളെല്ലാവരും അവിടെ വട്ടം സംസാരിക്കുക. ഇതിനിടയ്ക്ക് ഒരു 1.5 മണിക്കൂർ ഞാൻ ഇവാനിനെ കണ്ടിട്ടില്ല കേട്ടോ. ഇവാൻ എവിടെയെന്ന് പോലും എനിക്കറിയില്ല. കാരണം ഞാൻ ഈ ഒരു ഹാപ്പിനെസ്സിൽ എല്ലാവരും കൂടി നിൽക്കുകയാണ്. ഇത് അതിലേക്കുള്ള ആപ്പിൾ കട്ട് ചെയ്യുന്ന പറഞ്ഞില്ല, ഇനി ഇതിൽ ഇടും മിന്നുമാണ് കേട്ടോ ഇപ്പോൾ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അനാറും ചിയാസീഡും ഇട്ടെന്ന് തോന്നുന്നുണ്ട്. ഇപ്പോൾ ആപ്പിളും കൂടി ഇട്ടു, ഇപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി ഒന്നും ആഡ് ചെയ്യാനില്ല. എന്തോ എസെൻസ് ആണ് കേട്ടോ ഇതിൽ ഒഴിച്ചിട്ടുള്ളത്, അതെല്ലാവർക്കും അറിയാമല്ലോ. ഇത് ഈ വെള്ളം ഞാൻ പണ്ട് കല്യാണത്തിനൊക്കെ പോയി കുടിച്ചിട്ടുണ്ട്. ഇപ്പം എനിക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റില്ലല്ലോ. പിന്നെ മുന്തിരി, പിന്നെ വീണ്ടും ചിയാസീഡൊക്കെ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചിയാസീഡ് വേറെ എന്തിലേക്കൊക്കെ ആഡ് ചെയ്യാനാന്ന് തോന്നുന്നു. പിന്നെ ഇതിൽ ഐസ് ക്യൂബ് നമ്മൾ ഇട്ടിട്ടില്ല. നമ്മൾ ഐസ് ക്യൂബ് കൊണ്ടുവന്നിട്ട് ലാസ്റ്റാണ് ഇട്ടത്. ഇപ്പോൾ സമയം 6:15 ഒക്കെ ആയിട്ടുണ്ടാവും, 6 മണി ആയിട്ടുള്ളൂ. ഐസ് ക്യൂബും പിന്നെ ഇതിലേക്കും ചിയാസീഡ് ഇട്ടുണ്ടായിരുന്നു, ഇതിലും ഐസ് ക്യൂബ് ഇട്ടുണ്ടായിരുന്നു. തറവാട്ടിലൊരു നോമ്പറക്കൽ കഴിഞ്ഞപ്പോൾ ഇനി ഏകദേശം എത്ര കണക്ക് വരുന്നു ഇപ്പോൾ കൃത്യമായിട്ട് അറിയാവുന്നത് കൊണ്ട് ഐസ് ക്യൂബ് മറ്റേ പിസ്തയിൽ കുറേ ഇട്ടില്ല, കാരണം അത് വെള്ളം പോലെ ആവുമെന്ന് പറഞ്ഞിട്ട്. വാട്ടർ മെലോൺ ജ്യൂസാണ് നല്ല മൂവിങ് ഉള്ളതെന്ന് പറഞ്ഞിട്ട് നമ്മളതാണ് ഫുള്ളിട്ടത്. കപ്പുകളൊക്കെ കഴുകി സെറ്റാക്കി വെച്ചിട്ടുണ്ട്, ജഗ്ഗുകളൊക്കെ അങ്ങനെ വാങ്ങിക്കൊടുക്കാനായിട്ടുണ്ട്. ഇവാന് ഫസ്റ്റ് നോമ്പ് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും പുറത്താണ് കേട്ടോ ടേബിൾ ഇട്ടിട്ടിരുന്നിട്ടുള്ളത്. ഇനി ആരും അകത്തില്ലാന്ന് തോന്നുന്നു. ഞങ്ങളെല്ലാവരും, ഞാൻ, റിച്ചു, മിന്നു, സാബിറ മാമ എല്ലാവരും കൂടിയിട്ട് ഫ്രണ്ടിൽ ടേബിൾ ഇട്ടിട്ട്, ഞങ്ങൾ ഈ ടേബിളും ഞങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ അവിടെ കുറേ ഉസ്താദുമാരും വലിയമാരൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ അമ്മായിമാരൊക്കെ ഈ ടേബിളിലാണ് ഇരുന്നിട്ടുള്ളത്. അങ്ങനെ എല്ലാവരും ഇരുന്ന് നോമ്പ് തുറക്കാൻ പോവാണ്. വാങ്ങി കൊടുത്തിട്ടില്ല കേട്ടോ. ഇവാനു പിന്നെ ഓൾറെഡി നോമ്പ് തുറന്നിട്ടുണ്ട്. എൻ്റെ മുന്നിലാണെങ്കിൽ ഈ പിസ്ത വെള്ളവും വാട്ടർ മെലോൺ ജ്യൂസും ഒക്കെ അടക്കി വെച്ചേക്കാണ്. ഞാൻ വേഗം പോയിട്ട് കപ്പിൽ എനിക്കുള്ള കുടിക്കാനുള്ള സാധാ വെള്ളം കൊണ്ടാണ് ഞാൻ നോമ്പറക്കാറ്. ഞാൻ ജ്യൂസൊന്നും കുടിച്ചിട്ടില്ല. നോമ്പൊക്കെ തുറന്ന് കഴിഞ്ഞു. ഇനി ഫുഡ് കഴിക്കാൻ പോവാണ്. ഇപ്പം സമയം ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ടാവും. ഓൾറെഡി ഒരു ഫുഡ് കഴിച്ച ടേബിൾ മേലാണ് കേട്ടോ നമ്മൾ പോയിരുന്നിട്ടുള്ളത്. നമ്മൾ കഴിച്ച ടേബിളല്ല, മൂത്തുമ്മൊക്കെ ഫുഡ് കഴിച്ചിട്ടുണ്ട്. ഇനി ആ ടേബിൾ വൃത്തിയാക്കിയിട്ട് വേണം നമ്മൾ കഴിക്കുക. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുകയെന്ന് ചെറിയ പറഞ്ഞെടുത്തപ്പോൾ മൂത്തുമ്മ എക്സ്പ്രഷൻ ഇട്ട് പൊളിക്കുകയാണ് കേട്ടോ. ഉഗ്രം ബിരിയാണിയാണ്, സൂപ്പറാന്ന് പറഞ്ഞിട്ട്. സംഭവം ഇവിടെ കുട്ടൻ ബിരിയാണി എന്നാണ് പറയുക, ബീഫ് ബിരിയാണി. സംഭവം അടിപൊളിയാണ്. ഞാനിത്തെ ബീഫ് 2-3 പീസ് എടുത്ത് കഴിച്ചായിരുന്നു. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്, കുറേ പേര് പറഞ്ഞ്. പിന്നെ ഞാനും ബീഫ് എടുത്ത് കഴിച്ചായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനിന്ന് 11 മണിയുടെ വർക്കൗട്ടിനാണ് കയറിയത്. വയറ് ഫുൾ അത്യാവശ്യം ദമ്മായി ഉണ്ടായിരുന്നു. ഇന്ന് ഞാൻ പത്തിരിയും പിന്നെ ബീഫും പിന്നെ ചിക്കൻ കറിയാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എൻ്റെ വർക്കൗട്ടൊക്കെ കഴിഞ്ഞു. എൻ്റെ ഫുഡ് പിക്ക് ഇങ്ങനെയാണ്. ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു കേട്ടോ, അത് 2 പീസ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നും പറയണ പോലെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.